ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇതെന്തോ ഓരോ നാട്ടിലും ഓരോ സൈന്യം തന്നെ അല്ലേ. അപ്പോൾ ഞാൻ രാവിലെ ഫോൺ വന്നു. ഇന്നലെ ബാംഗ്ലൂർ പോയിട്ട് വന്ന ട്രിപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അതൊരു 2 എപ്പിസോഡ്. അപ്പോൾ രാവിലെ കോൾ വന്ന് വേറൊരു ട്രിപ്പ്, ചിക്കമംഗ്ലൂർ ട്രിപ്പിലുള്ളത് ഞാൻ. ഇപ്പോൾ മടിക്കേരിയിൽ നിന്ന് വിട്ടിട്ട് സോമവാർപേട്ട, ഇപ്പോൾ മല്ലഹള്ളി ഫാൾസ്. ആ ഫാൾസ് കാണാത്തവർക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുങ്ങനെ കാണിക്കാം. ഞാൻ ഫാൾസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഈ സാധനമാണ് മല്ലഹള്ളി ഫാൾസ്. അപ്പോൾ ഞാൻ ചെറുങ്ങനെ ഇവിടെ ദൂരത്തുനിന്നൊരു വ്യൂ കാണുന്നു, അത് കാണിച്ചു തരാം. വലിയ ഇതൊന്നും ഇല്ല, ടൂറിസ്റ്റ് കുറച്ച് കുറവ്. അപ്പോൾ ഞാൻ ഡൽഹിയിലത്തെ ടൂറിസ്റ്റിനെ കൊണ്ടുവന്നത്. ഒരു ലേഡി കുറച്ച് ബേസ്റ്റായത് കാറിലുണ്ട്. അപ്പോൾ ഇതാണ് ഫാൾസിലേക്കുള്ള എൻട്രി. കുറച്ച് നടക്കണം, ഞാൻ അടുത്തേക്ക് പോകുന്നില്ല. നടന്നിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കാഴ്ചകൾ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഫാൾസ്. അവിടെ വെള്ളം വീഴുന്നതൊന്നും കാണല്ല നിങ്ങൾക്ക്. ഇതാ ചെറുങ്ങനെ കാണും. അപ്പോൾ ഇതാണ് ഫാൾസ്. വേറെ എന്തിടെ ഫുള്ള് ഇതിട്ടിട്ടുണ്ട്. ഞാൻ നോക്കാം, ഞാൻ ഉള്ളോട്ട് പോയിട്ട് കുറച്ച് താഴെ പോയിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇത് കുറച്ച് നടക്കണം, കുറച്ചൊന്നല്ല കുറേ നടക്കണം. നല്ല വ്യൂ ഉണ്ട്. ഫാൾസ് എന്ന് പറഞ്ഞാലുണ്ടല്ലേ സൂപ്പർ സ്ഥലം. അതാ ഇതെല്ലാം കാണുന്നുണ്ടോ, ഒരു റിവർ. സൂപ്പർ സ്ഥലം മല്ലഹള്ളി ഫാൾസ്. ഇപ്പോൾ വരുന്നവരെല്ലാം എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഇതാണ് ഫാൾസ്. ഇതല്ല ഫാൾസ്, ഇതിനായിട്ട് വലുതായിട്ട് കാണുന്നുണ്ട് കുറേ ഫാൾസ്. ഞാൻ ഇതിൻ്റെ അപ്പുറം വരുന്ന സ്ഥലം ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് റീൽസിൽ. അതാണ് കാഴ്ചകൾ. അപ്പോൾ ഈടുന്ന് സീത ഞാൻ ഈ സകലേഷ്പുരത്ത് നിന്ന് ഹാസന, ബേളൂർ അങ്ങനെ പോവും. ബേളൂറായിട്ട് ചിക്കമംഗ്ലൂർ ഡ്രോപ്പ് ആവും. ഇപ്പോൾ ഗസ്റ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കല. ഞാൻ അങ്ങോട്ടൊന്ന് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ഥലം. പിന്നെ ബേളൂർ പോകുന്നുണ്ടെങ്കിൽ ആ ബേളൂർ ഹളബീട് കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ ഞാൻ ബാബാ ബുഡങ്കേരി വന്നു. ബാബാ ബുഡങ്കേരി എത്തിയപ്പോൾ എന്തോ ഞാടെ നിർത്തിയിട്ടില്ല, സീത വന്ന് ബാബാ ബുഡങ്കേരി. ഇതാണ് ബാബാ ബുഡങ്കേരിക്കുള്ള എൻട്രി. ഇതാണ് ബാബാ ബുഡങ്കേരി എന്ന് പറയുന്ന സ്ഥലം. ഞാനും ആദ്യമായിട്ട് വന്നത് ഇടത്തേക്ക്. നല്ല വരുന്ന മാത്രം റൂട്ട് അടിപൊളി. ബാബാ ബുഡങ്കേരി വരുന്ന റൂട്ട്. ഞാൻ വണ്ടിയുടെ വെച്ചിന്. പിന്നെ മുകളിലേക്ക് ജീപ്പിൽ പോകണു, അല്ല കാറിലുണ്ട്. അങ്ങോട്ട് ആ കുന്നിൽ മീത്ത കാറെല്ലാം കാണുന്നുണ്ട്, എന്നാലും വേണ്ട. ഈ സ്ഥലം കാണാൻ എങ്ങനെയുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം പോകുന്ന ബൈക്ക്. നല്ല വരുന്ന ബൈക്ക്. എത്രയോ 30 കിലോമീറ്റർ ഹൈറ്റിലൊക്കെ വന്നിനി. ആ മീത്തൊക്കെ വണ്ടി കയറ്റിനതാ. ടെമ്പോ ട്രാവലർ, ജീപ്പ്, അത് ഇതെല്ലാം ഉണ്ട്. ഞാൻ ഗസ്റ്റിൻ്റെ ആണെന്നില്ലാന്ന് പറഞ്ഞേ. വണ്ടിയെല്ലാം അപ്പുറം ഉണ്ട്. ദർഗാക്ക് തയ്യിലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം, താഴെ കുണ്ടിലേക്ക് ദർഗാക്ക്. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ കാണിക്കാം ബാക്കി വിശേഷങ്ങളെല്ലാം. ഇത് ബാബാ ബുഡങ്കേരി വ്യൂ പോയിന്റ്.
കൊടങ്കേരിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു സൺസെറ്റ് പോയിന്റ്. ആ കാണുന്നതാണ് എൻ്റെ ഗസ്റ്റ്. താഴെ വണ്ടി പോകുന്നതാ, താഴെയുണ്ട് റോഡ്. ആ സൈഡിൽ റോഡ് കാണുന്നത്. ഗൈസ്, ഞാൻ ആടുന്ന് സീത നേരത്തെ എടുത്ത ആ വ്യൂ പോയിന്റും ആടെ കുറച്ച് വീഡിയോ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഞാൻ നേരെ ചിക്കമംഗ്ലൂർ ടൗണിലേക്ക് വന്ന് ചങ്ങായിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടാകുമ്പോൾ ചങ്ങായി പുരക്ക് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ പുരയിൽ കുറച്ച് നേരം ടൈം ആടെ പോയി. മുമ്പ് മടിക്കേരിലുണ്ടായ ചങ്ങായി നിങ്ങൾ എൻ്റെ ഒരു മൈസൂറിലെ വീഡിയോയിലെല്ലാം ഉണ്ട്, ഫൈറൂസ് ഖാൻ എന്നിട്ട്. അപ്പോൾ അയാളെ പുരക്ക് പോയി. പുരയിൽ റിസാന് കുറേ ചോക്ലേറ്റ് സ്പൈസസ് ഷോപ്പ് ഉണ്ട് അവർക്ക് 2-3. റിസാനെല്ലാം കുറേ ചോക്ലേറ്റ് തന്നത്. കുറേ ചോക്ലേറ്റ് ബോക്സിലിട്ടിട്ട് വെച്ചിന്. അപ്പോൾ ആ ചോക്ലേറ്റെല്ലാം എടുത്തുകൊണ്ട് ഞാനിതാ ബേളൂർ അവിടുന്ന് കീഞ്ഞിട്ട് ബേളൂർ എത്താനായി. അപ്പോൾ ഇനി ബേളൂർ, പിന്നെ ഹാസന, അർക്കലഗൂഡ്, കുശാൽ നഗർ, മടിക്കേരി ഡയറക്റ്റ്. അപ്പോൾ ഇനി വീഡിയോ ചിലപ്പോൾ വേണ്ടപ്പാക്കും എന്തെങ്കിലും കാഴ്ചകൾ കണ്ടെങ്കിൽ ഒന്ന് ഹാസന ടൗണിലേക്ക് എത്തുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. ഓക്കെ, പിന്നെ വേണ്ടപ്പാക്കാം. അങ്ങനെ പിന്നെ സിറ്റിൻ്റെ ഞാൻ ഒരു നോമ്പിൽ ഒരിക്കൽ വന്നിട്ടാകുമ്പോൾ ഇവിടുത്തെ ടൗണിലത്തെ വീഡിയോ എല്ലാം എടുത്തിന് ഞാൻ ചിക്കമംഗ്ലൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഹാസന എത്തിയിട്ടാകുമ്പോൾ ബേളൂർ എടുക്കുന്നില്ല, നോക്കട്ടെ എന്തെങ്കിലും വ്യൂ പോയിന്റ് അങ്ങനത്തെ കണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ ഗൈസ്, ഞാനിതാ മടിക്കേരി എത്തി. വണ്ടിയുടെ പാർക്കിംഗ് ആക്കിയെന്നല്ല, മടിക്കേരിക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെ ഇൻഷാ അല്ലാഹ്.